മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 28. ശബത്ത് കഴിഞ്ഞ് ആഴ്ചയുടെ 1-ാം ദിവസം നേരം പുലരുന്ന സമയത്ത് മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ പോയി. അപ്പോൾ ശക്തമായൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടിമാറ്റി അതിന്മേൽ ഇരുന്നു. ആ ദൂതന്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തിരുന്നു. കാവൽക്കാർ ദൂതനെ കണ്ട് ഭയന്ന് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അദ്ദേഹം ഇവിടെയില്ല. പറഞ്ഞതുപോലെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അദ്ദേഹം കിടന്നിരുന്ന സ്ഥലം വന്ന് കാണുക. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് വേഗം ചെന്ന് തൻ്റെ ശിഷ്യരെ അറിയിക്കുക. ഇതാ, അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു. അവിടെ നിങ്ങൾ അദ്ദേഹത്തെ കാണും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് യേശുവിൻ്റെ ശിഷ്യരെ അറിയിക്കാൻ വേഗത്തിലോടി. എന്നാൽ യേശു എതിരേറ്റ് അവരെ അഭിവാദനം ചെയ്തു. അവർ ചെന്ന് യേശുവിൻ്റെ പാദങ്ങളെ മുറുകെ പിടിച്ച് നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകാൻ പറയുക. അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. അവർ പോയതിനു ശേഷം കാവൽക്കാരിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മുഖ്യ പുരോഹിതന്മാരെ അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി പ്രമാണികളുമായി ആലോചിച്ച ശേഷം പട്ടാളക്കാർക്ക് വളരെയേറെ പണം കൊടുത്തു. ഞങ്ങൾ ഉറങ്ങുമ്പോൾ യേശുവിൻ്റെ ശിഷ്യർ രാത്രിയിൽ വന്ന് അയാളുടെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയണം. ഈ വിവരം ഗവർണറുടെ ചെവിയിലെത്തിയാൽ ഞങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പണം വാങ്ങി അവരോട് നിർദ്ദേശിച്ചതുപോലെ ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ മധ്യേ പരക്കെ പ്രചരിച്ചു പോരുന്നു. 11 ശിഷ്യർ യേശു അവരോട് നിർദ്ദേശിച്ച ഗലീലയിലെ മലയിലേക്ക് പുറപ്പെട്ടു. യേശുവിനെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്നാൽ ചിലർ സംശയാലുക്കളായിരുന്നു. അപ്പോൾ യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിഷ്യരാക്കുക. അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇതാ, ഞാൻ എല്ലാ കാലത്തും യുഗാവസാനം വരെയും നിങ്ങളോട് കൂടിയുണ്ട് എന്ന് അരുളിച്ചെയ്തു.